അങ്ങനെ നമ്മുടെ കൂഴച്ചക്ക പഴുത്തു കേട്ടോ. അതാ പിന്നെ അതിനെ ഒന്ന് പൊട്ടിച്ച് തിന്നേക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യമേ ഒന്ന് മുറിച്ചെടുത്തു കേട്ടോ. പിന്നെ 3 പേരും കൂടെ വന്ന് 1 ഗ്ലാസ് കട്ടൻ കാപ്പി അനത്തിക്കൊണ്ട് വന്നിരുന്ന് കിള്ളിപ്പറിച്ച് പറ്റുന്ന അത്രയും തിന്നു കേട്ടോ. പിന്നെ കുറേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു വെച്ചു. നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം, ചക്കയട ഉണ്ടാക്കാം, അതേപോലെ തന്നെ നൂലപ്പം ഉണ്ടാക്കാം. അങ്ങനെ പല സംഭവം നമ്മൾ ചക്ക വെച്ചിട്ട് ചെയ്യും കേട്ടോ. ഇത് കൂടിച്ചക്കപ്പഴം ആയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ അരിയോ ഗോതമ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പക്ഷെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് കുറേ തിന്നു ഞങ്ങൾ. അതിന് ശേഷം ബാക്കിയൊക്കെ എടുത്തു വെച്ചു. 3 പേർക്കും തികഞ്ഞില്ല കേട്ടോ. ഇങ്ങനത്തെ എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾ വിടാറില്ല. ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒട്ടും കളയാതെ ഞങ്ങൾ തിന്ന് തീർക്കും കേട്ടോ. അത് മാത്രമല്ല ചക്കക്കുരു ഒക്കെ എടുത്തു വെച്ച് നല്ല മുഴുത്ത ചക്കക്കുരുവാണ്. ഒരു 10 കിലോയോളം ചക്ക വരുമായിരുന്നു കേട്ടോ. എല്ലാം കൂടി എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ചക്കക്കുരുവിൻ്റെ തൂക്കം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 കിലോ ചക്ക ഉണ്ടായിരുന്നുള്ളേ. ഞങ്ങൾ എന്നും എപ്പോഴും ഈ ചക്കേൻ്റെ സീസണായ ഇങ്ങനെയാണേ.